ഭാരതത്തിലേക്ക് നാട് കടത്തുന്നത് തടയാനുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണയുടെ അവസാന ശ്രമവും പാളിയിരിക്കുകയാണ്. നാട് കടത്തരുതെന്നും പാക് വംശജനായതിനാൽ ഭാരതത്തിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി തഹാവൂർ ഹുസൈൻ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളി. ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ഏറ്റവും സുപ്രധാനമായ വാർത്ത വിശദാംശങ്ങളിലേക്ക് ആദ്യം. തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ വാർത്ത തന്നെയാണത്. ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഭരണ സംവിധാനങ്ങളുടെ നിലപാട് പ്രതിഫലിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയതിന് ശേഷമാണ് തഹാവൂർ റാണയെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉത്തരവ് ലഭ്യമാക്കിയത്. ഈ തഹാവൂർ റാണയെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവ് ലഭ്യമാക്കിയതിന് ശേഷം അമേരിക്കയെ സന്ദർശിച്ച ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ ട്രംപ് ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ നടപടികൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നുവെന്ന് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ബോധ്യപ്പെടുകയും അടിയന്തരമായ ഒരു അപേക്ഷ, ഒരു എമർജൻസി ആപ്ലിക്കേഷൻ എന്നാണ് നിയമവ്യവസ്ഥകളുടെ ഭാഗമായി ഇപ്പോൾ US സുപ്രീം കോടതിയിലെ അസോസിയേറ്റ് ജഡ്ജായ, സർക്യൂട്ട് കോടതിയുടെ കൂടി ജഡ്ജായ അസോസിയേറ്റ് കോടതിയുടെ മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്, ഒരു എമർജൻസി ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. അടിയന്തരമായി തന്നെ നാട് കടത്തുന്നതിനുള്ള നീക്കങ്ങൾ തടയണമെന്നാണ് ആവശ്യം. അതൊരു എക്സിക്യൂട്ടീവ് നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ അവസാന ശ്രമം എന്ന നിലയിലാണ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പലതവണ, അതായത് USൻ്റെ വിചാരണ കോടതി പോലുള്ള കൗണ്ടി കോർട്ട് തൊട്ടുള്ള എല്ലാ കോടതികളിലും, സുപ്രീം കോടതിയിലും അദ്ദേഹം പരാജയപ്പെടുകയും തഹാവൂർ ഹുസൈൻ റാണ എന്ന ഭീകരൻ പരാജയപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമപോരാട്ടത്തിലെല്ലാം തന്നെ. ഈ നിയമപോരാട്ടത്തിൽ മുഴുവൻ ഈ ഭീകരൻ്റെ പരാജയം നടന്നതിന് ശേഷം അന്തിമമായി ഒരു കനേഡിയൻ പൗരനാണ് സെറോഷിററി പെറ്റീഷൻ കൂടി കോടതിക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അവസാനമായ അവകാശങ്ങൾ സംബന്ധിച്ച്, ഭരണഘടനാപരമായ അവകാശങ്ങൾ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ പോലും നൽകിയിട്ടും ആ പെറ്റീഷൻ പോലും ഈ അടുത്ത്, അതായത് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപാണ് ആ പെറ്റീഷൻ, അന്തിമമായ ഹർജി തള്ളപ്പെടുകയും ചെയ്തത്. അത്തരത്തിൽ 3 കോടതികളിൽ പലതവണയും, അതുപോലെ തന്നെ മൂന്നാമത്തെ കോടതിയിൽ 2 തവണയും, സുപ്രീം കോടതിയിൽ 2 തവണയും റിജക്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അടിയന്തര ഹർജിയുമായി എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇയാളെ നാട്ടിലേക്ക്, അതായത് ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഇയാളെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന ആവശ്യം ഭാരതം കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ അമേരിക്കയുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമായത് നീണ്ടുപോവുകയായിരുന്നു. കോടതി വ്യവഹാരങ്ങൾ അന്തിമമായി ഉണ്ടായ ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് അമേരിക്ക സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് ഈ വാഗ്ദാനം, പരസ്യമായി തന്നെ പ്രധാനമന്ത്രിക്ക് വാഗ്ദാനം എന്നതിനപ്പുറം ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കൃത്യമായി ട്രംപ് അത് പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ നൽകിയിരിക്കുന്ന ഒരു എമർജൻസി പെറ്റീഷനാണ്. സ്വാഭാവികമായും ഇയാൾക്ക് എല്ലാ നിയമ സംവിധാനങ്ങളുടെയും ആനുകൂല്യം, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ പൂർണ്ണമായ നീതി ലഭ്യമായതിന് ശേഷമാണ് നാട് കടത്തുന്നതിനുള്ള അനുമതി കോടതി നൽകിയത്. സ്വാഭാവികമായും അതൊരു പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം, ഈ വിധി വന്നതിന് ശേഷം, അവസാന വിധി, അതായത് സെറോഷിററി പെറ്റീഷൻ്റെ ഭാഗമായി വന്ന അവസാന വിധി വന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഭാരതത്തിൻ്റെ NIA സംഘം, അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നിയമവിദഗ്ധൻ ഉൾപ്പെടെയുള്ള ഒരു NIA സംഘം അമേരിക്കയിൽ എത്തുകയും ചെയ്തു. അവിടെ നിന്നാണ് നടപടികൾ ഓരോന്നോരോന്നായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ആ നടപടികൾ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ട്രംപ് ഇത് ഉറപ്പിച്ച് പറയുകയും വിട്ടയക്കുമെന്ന് കൃത്യമായി പറയുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന ഘടകം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ചില നിലപാടുകളുണ്ട്. അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന വളരെ കൃത്യമായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഏറ്റവും പ്രധാനം, കുറ്റകൃത്യങ്ങൾ നടന്ന രാജ്യത്ത് അവരെ വിചാരണ ചെയ്യുക, ആ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വിചാരണ ചെയ്യുക എന്നാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു, അമേരിക്കൻ പൗരന്മാരെ കൊലപ്പെടുത്തി അമേരിക്കയുടെ ഒരു ഡിഫൻസ് ഡിറ്റാച്ച്മെൻറ്റിന് നേരെ ആക്രമണം നടത്തിയ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അമേരിക്കയുടെ നിയമം അവിടെ ബാധകമാണെന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ അമേരിക്കയിലെത്തിച്ച് വിചാരണ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അദ്ദേഹം, ഈ കുറ്റവാളിയായ ആൾ അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് US കോൺഗ്രസിൽ നടത്തിയ ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. ട്രംപ് കൃത്യമായി പറയുകയും ചെയ്തു. അത്തരത്തിലുള്ളൊരു നയത്തിൻ്റെ കൂടി ഭാഗമാണ്, അതായത് അമേരിക്ക ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളോട്, ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന നിലപാട്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു കാഴ്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമുക്കിപ്പോൾ ഈ തീരുമാനം. ഭീകരവാദത്തിനെതിരെ അമേരിക്കയും ഭാരതവും ഉൾപ്പെടെയുള്ള പുതിയ ലോകക്രമം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു എന്നുള്ള സൂചന കൂടി ഐസൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് പ്രസക്തമായ കാര്യമാണ്. ഇനി തഹാവൂർ റാണയുടെ കാര്യത്തിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ, തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ടുള്ള ബന്ധം അത് നിസ്സംശയം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. മുംബൈ പോലീസ്
ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. കാരണം ഈ 2008 മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ട് മുന്നോടിയായി തഹാവൂർ റാണ ഭാരതത്തിലെത്തിയതിനും മുംബൈയിലെത്തിയതിനും അവിടെ തങ്ങിയതിനും തെളിവുകളുണ്ട്. ഈ കോൾമാൻ ഹെഡ്ലിയുമായുള്ള ബന്ധത്തിനും നിർണായകമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുമുണ്ട്. തീർച്ചയായും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഭീകര സംഘടന, ഈ ആക്രമണം നടത്തിയ ഭീകര സംഘടനയുടെ പിന്നിലെ പ്രവർത്തനങ്ങൾ, അതിന് ഒരുക്കങ്ങൾ നടത്തിയത് പല രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയത്. ആയുധ സന്നാഹങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അതായത് ആക്രമണം നടത്തുന്നതിന് മുംബൈയിലെത്തുന്നത് സംബന്ധിച്ച ചില നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കണമെന്ന് സംബന്ധിച്ച കൃത്യമായൊരു പ്ലാനിങ്, അത് ചില വേളകളിലെല്ലാം തന്നെ ഈ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നത്, അത് ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിലും മാധ്യമ ചർച്ചകളിലെല്ലാം തന്നെ വിദഗ്ധരെല്ലാം സൂചിപ്പിച്ചിരുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ കൃത്യതയോടുകൂടി ഇത്തരത്തിലൊരു അതിക്രമത്തിനുള്ള ആക്രമണത്തിനുള്ള ഭീകരപ്രവർത്തനത്തിനുള്ള നീക്കം നടത്തുന്നു എന്നാണ് വളരെ കൃത്യമായി അതിനെ നിരീക്ഷിക്കപ്പെട്ടത്. അത്തരത്തിൽ അതിശക്തമായ ഒരു ആക്രമണം നടത്തുക, ഒരു തിരിച്ചടിക്കാനാവാത്ത വിധം അല്ലെങ്കിൽ ശക്തമായൊരു പ്രതിരോധം സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് മുൻപ് തന്നെ വൻതോതിൽ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് ഇവർ നീങ്ങാനും അത്തരമൊരു തീരുമാനമെടുക്കാനും സാഹചര്യമുണ്ടായത്. ഇത്തരത്തിൽ ശക്തമായൊരാക്രമണം പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുകയും ഭീതിജനകമായൊരു സാഹചര്യത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ആ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അത് ആ ഗൂഢാലോചനയുടെ ഒരു കൃത്യത, വളരെ കൃത്യമായ ആക്രമണം ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഒരു കൃത്യത മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ പല നിരീക്ഷകരും പല കുറ്റാന്വേഷണ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് നമുക്കിപ്പോൾ അറിയാം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇതുപോലെ തഹാവൂർ ഹുസൈൻ റാണയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത്തരത്തിൽ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും ഫണ്ട് ലഭ്യമാക്കുകയും അതുപോലെ തന്നെ ആയുധങ്ങൾ ലഭ്യമാക്കുക, ഭീകരപ്രവർത്തകർക്ക് ആയുധം ലഭിക്കുക അല്ലെങ്കിൽ ഭീകരന്മാർക്ക് ആയുധം ലഭിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകത്ത്. ഈ കഴിഞ്ഞ ഒരു 50 വർഷമായി പരിശോധിച്ചാൽ ലോകത്ത് ഭീകരാക്രമണങ്ങൾക്ക് ആയുധം ലഭ്യമാക്കുന്നത് മുഴുവൻ വളരെ നിഗൂഢമായ വഴികളിലൂടെയാണ്. അത്തരത്തിലുള്ള നിഗൂഢമായ വഴികളെല്ലാം തന്നെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നീക്കമാണ് ഉണ്ടായത്. അത്തരത്തിൽ ആയുധങ്ങൾ ശേഖരിച്ച് ഈ കൊലയാളികളെ അവിടേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം നടത്തുക, അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു ഗൂഢാലോചന നടന്നു എന്നത് ആ ക്രൈമിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിരുന്നു. അതിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസിലെല്ലാം തന്നെ അതിൻ്റെ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇനി ഒന്നുകൂടി, തഹാവൂർ റാണയ്ക്ക് മുന്നിൽ ഇനി എന്തെങ്കിലും നിയമവഴികൾ ഉണ്ടോ, അതോ ഭാരതത്തിലേക്ക് നാട് കടത്തപ്പെടുമോ മറ്റ് തടസ്സങ്ങളില്ലാതെ തന്നെ? തീർച്ചയായും ഭാരതത്തിലേക്ക് നാട് കടത്തപ്പെടുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാവുന്നതാണ് ഈ ഹർജി, ഇതൊരു എമർജൻസി ഹർജി, അതായത് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അമേരിക്കയിൽ ജയിലിൽ കഴിയുന്ന തഹാവൂർ റാണ എന്ന ഭീകരനാണെങ്കിൽ കൂടി ആ വ്യക്തി എന്ന രീതിയിൽ ഒരു ആളെ പരിഗണിക്കുമ്പോൾ ആ പരിഗണിക്കുന്ന ആളെ ഏത് രീതിയിലെല്ലാം നീതി ഉറപ്പാക്കണമെന്നത് സംബന്ധിച്ച വിചാരണയുടെ 4 ഘട്ടങ്ങൾ കടന്നതിന് ശേഷമാണ് ഈ തീരുമാനമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലപാട്, പ്രധാനമന്ത്രിക്ക് നൽകിയ വാക്ക്, അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ പ്രധാനമന്ത്രിക്ക് നൽകിയ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നാട്ടിലെത്തും.